അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ പാതിര കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ പുൽക്കൂടും ലൈറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തൃശ്ശൂരുള്ള കുറച്ച് പള്ളികളിലെ ലൈറ്റും പുൽക്കൂടും കാണാനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് വിട്ട് മാറാത്തൊരു ചുമയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളി കവടപ്പായിട്ടൊരു എലിനെ പോലെ ഞാൻ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. പിന്നെ 2 വീലറിൽ അപ്പോൾ എന്തിനാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ കാർ എടുത്ത് നമ്മൾ ബ്ലോക്കിൽ കിടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 വീലറിൽ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു പുൽക്കൂട് കാണാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച എൻ്റെ കോളേജിലെ ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി തോന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കള്ളക്കൊതി തോന്നി. കള്ളക്കൊതി എന്ന് പറയാൻ പറ്റില്ല, സമയം 3 മണിയാണ്. അപ്പോൾ നിങ്ങൾ ആ നേരത്തെ കടയിലെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ഡൈനമൈറ്റ് മൊമോയും പിന്നെ ഫ്രൈസും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു ലൂർദ് പള്ളിയിലോട്ട്. അങ്ങനെ ലൂർദ് പള്ളിയിലെ ലൈറ്റും പുൽക്കൂടൊക്കെ കണ്ടു. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അവിടുത്തെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. നല്ല വലുപ്പമുണ്ട്, നല്ല രസമുണ്ട് ആ ലൈറ്റ് കാണാനായിട്ട്. അതിനുശേഷം അടുത്തത് നമ്മൾ പോയത് നമ്മുടെ സ്വന്തം പുത്തമ്പള്ളിയിലോട്ടാണ്. പുത്തമ്പള്ളിയിലെ ലൈറ്റും പുൽക്കൂടും ഒക്കെ അടിപൊളിയുണ്ട്. കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്ത് പറയാനായിട്ടുള്ളത് അവരുടെ പുൽക്കൂടാട്ടോ. നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയേക്കണേ. എല്ലാ പള്ളികളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കണേ. പക്ഷേ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് കേട്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട്. ഞാൻ എന്നാലും വേഗം പോസ്റ്റ് ചെയ്യാം. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.